10 വർഷം മുമ്പ് പട്ടാളത്തിൽ നിന്ന് കാണാതെ പോയ അച്ഛന് ബലിയിടാൻ പോകുന്ന മക്കളെയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ചേട്ടാ ബസ് വരാൻ ഇനിയും താമസിക്കോ? ഇപ്പം വരുമായിരിക്കും. കറക്റ്റ് സമയത്ത് അവിടെ മക്കളെ ഈ പൂഞ്ഞാർ കുളത്തങ്കിലേക്കുള്ള ബസ് എവിടെയാ വരുന്നത്? ചേട്ടാ ആ വഴി പോയാ മതി. എടി ഇയാളെ കണ്ടിട്ട് നമ്മുടെ അച്ഛന്റെ ചായ തോന്നുന്നുണ്ടോ? ശരിയാട്ടോ, അച്ഛന്റെ ചായ ഉണ്ടല്ലോ. ചേട്ടൻ ഈ കുളത്തെങ്കിൽ ആരുടെ വീട്ടിലോട്ടാ പോകേണ്ടത്? ഞാൻ മറ്റേ മച്ചിയിലെ പട്ടാളത്തുണ്ടായിരുന്ന ഒരു ക്രിസ്റ്റഫർ ഇല്ലേ, ആ ക്രിസ്റ്റഫറാ ഞാൻ. അച്ചായിയുടെ മക്കളാ ഞാൻ, ഉണ്ണിക്കുട്ടൻ. മാളുക്കുട്ടി, മക്കളെ നിങ്ങൾ ഇത്രയും വലുതായിരുന്നു, അച്ഛക്ക് നിങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ല. അച്ഛൻ പട്ടാളത്തിലല്ലായിരുന്നോ? എന്നാ അച്ഛാ ഈ കോലത്തില്? അത് പിന്നെ മക്കളെ 1981 യുദ്ധത്തിൽ അച്ചായിയെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അച്ചായി കോലമൊക്കെ മാറ്റി ഈ ഒരു പരുവത്തിലായത്. എന്റെ വീടൊക്കെ കണ്ടിട്ട് എത്ര കാലമായി. അച്ചായി ഞങ്ങൾ ഇവിടെ വരാം. ആരായിരുന്നു? എന്നായിരുന്നു ചേട്ടാ? മച്ചിയിലെ ക്രിസ്റ്റഫറിന്റെ വീടല്ലായിരുന്നോ പുള്ളി ഉണ്ടാകത്ത്? ഉണ്ടല്ലോ, എന്റെ അച്ഛനാ. ആരാ മോളെ? 20,000 രൂപ പറ്റിച്ചിട്ട് പോയാൽ നിന്നെ കണ്ടുപിടിക്കുമെന്ന്. ആരാച്ചാ? തീവ്രവാദികൾ വല്ലാണോ? പോലീസിനെ വിളിക്കണോ? നീ പൈസ തന്നില്ലേ പോലീസിനെ ഞാൻ വിളിക്കണ്ടത്. ആരാച്ചാ? പണ്ട് പട്ടാളത്തിന് യുദ്ധം പേടിയെന്ന് പറഞ്ഞ് ഗോവയ്ക്ക് ഒളിച്ചോടി വന്നപ്പോ ഒരു ജോലി എടുത്ത ആളാണ് ഞാൻ. ഞങ്ങളുടെ അച്ചായിക്ക് യുദ്ധം പേടിയൊന്നുമില്ല. ഇന്നലെ തീവ്രവാദികൾ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു. ഏത് തീവ്രവാദി? ഗോവയിലെ അട്ടിക്കട വന്ന് ചോദിച്ചാൽ മതി പൊറോട്ട മാസം ക്രിസ്റ്റഫർ അതിന് മക്കളെ തർക്കിക്കാനൊന്നും നിൽക്കണ്ട. എനിക്ക് പട്ടാളത്തിൽ യുദ്ധമൊക്കെ പേടിയായിരുന്നു. ഞാൻ ഒറ്റ ദിവസം നിന്നുള്ളൂ, പിന്നെ ഇവരുടെ കൂടെ ആയിരുന്നു.